2022 ഇവിടെ കലോത്സവത്തിന്, സ്റ്റേറ്റ് കലോത്സവത്തിന് ഒരു കമീസും അത് അറബി കഫിയൊക്കെ ധരിച്ചിട്ട് ഒരു തീവ്രവാദിയുടെ വേഷത്തിൽ ഒരു നാടകം അരങ്ങേറിയ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. സത്യത്തിൽ ആ നാടകത്തിന് ശേഷമാണ് ഇതിന്റെ ഒരു ഔദ്യോഗിക വേഷമാക്കണം, ഈ ഒരു കമീസും ഈ ഒരു തലയെക്കെട്ടും ഇതിന്റെ ഒരു ഔദ്യോഗിക വേഷമാക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നതാണ്. അപ്പോഴാണ് ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ, ഞാൻ പറഞ്ഞ ഒക്ടോബർ 7 തുഫാൻ ലക്സ് അല്ല, ചെറിയ രീതിയിലൊക്കെ അവിടെ പിന്നെ വാർത്തകളിലൊക്കെ വരുന്നത്. അപ്പൊ അതിനെതിരെക്കുള്ള ഒരു ഐക്യദാർഢ്യം എന്ന നിലയിലാണ് അന്നിങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു നിലപാട്, അത് പിന്നെ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നിലപാട്. അപ്പൊ ഈ രണ്ട് ഘടകങ്ങൾ എന്നിൽ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ രണ്ട് ഘടകങ്ങൾ മാത്രമായിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ മെല്ലെ 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 ആയിരിക്കും ഞാൻ ഇസ്ലാമിലേക്ക് എത്തുന്നുണ്ടാവും. പിന്നെ 2 കൊല്ലമൊക്കെ ഇങ്ങനെ എടുത്തിട്ടായിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പൂർണ്ണമായിട്ടും ഒരു ലിബറൽ ജീവിതമാണ്. കാരണം വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ നിസ്കരിക്കും, നോമ്പെടുക്കുന്ന വെച്ചാൽ പ്രത്യക്ഷത്തിലേക്ക് നോമ്പെടുക്കും. പക്ഷെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വളരെ കുറഞ്ഞ സമയങ്ങളാണെങ്കിൽ പോലും നിസ്കാരമില്ല, നോമ്പില്ല, ഈ ഒരു ലിബറൽ ജീവിതം. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഒരു മടുപ്പുണ്ടാക്കി. അപ്പം അതിനിടയ്ക്ക് ഒരു സംഭവം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ, ഇത് ഞാൻ അൺമാസ്കിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സംഭവം ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മളൊരു ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഒരു ഡിപ്രഷൻ മോഡിലൊക്കെ ആയി. പിന്നെ ലീവിൻ്റെ സമയമാണ്, ക്രിസ്മസ് ലീവിൻ്റെ സമയമാണ്. ആ ക്രിസ്മസ് ലീവിൻ്റെ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു. കാരണം നമ്മളെ കുടുംബക്കാർ, നമ്മളെ നാട്ടുകാർ, അവർക്കൊക്കെ നമ്മോട് ഭയങ്കര സ്നേഹമാണ്. അവർ നമ്മളോട് എതിർക്കുന്നത് നമ്മളെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണല്ലോ അവർക്ക് നമ്മോട് എതിർപ്പ്. അതല്ലാതെ അവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ നമ്മളെ കൂടണ്ടേ, നമ്മളെ സന്തോഷിപ്പിച്ചിരുന്ന പലർക്കും ഇപ്പോൾ നമ്മൾ ആവശ്യമില്ല. അപ്പൊ ഈ ഒരു ഒറ്റപ്പെടലിന്റെ വേദന എനിക്കുണ്ടായപ്പോൾ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വേദനയിൽ നിന്ന് ഞാൻ പിന്നെ ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുവിനോട് അന്ന് ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന എനിക്ക് തന്നൊരു സുഖം, വല്ലാത്തൊരു മനസ്സുഖം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എന്നിൽ പിന്നെ വർക്ക് ചെയ്തത്. അങ്ങനെയാണ് പിന്നെ വീട്ടിൽ വിളിച്ചിട്ട് പിന്നെ ബാപ്പനോട് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീട്ടിൽ പോകുന്നതും. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് ഞാനൊരു പതിയെ പതിയെ പതിയായിട്ട് ഇസ്ലാമിലേക്ക് വരുന്നത്.